നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചൊവ്വാഴ്ച രാവിലെ 8ഓടെ തീപിടുത്തമുണ്ടായത്. വഴിയാത്രക്കാർ വലിച്ചിട്ട സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. ഒഴിഞ്ഞ പറമ്പിൽ പുല്ലുകളും മരങ്ങളുമായി കാടുപിടിച്ചു കിടക്കുകയാണ്. വലിയ തോതിൽ മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട്. മാലിന്യത്തിലേക്ക് തീ പടർന്നതോടെ കറുത്ത പുകയും രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു. പുക വ്യാപിച്ചതോടെ ഇന്നർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പറമ്പിന് പരിസരത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തീ വലിയ രീതിയിൽ ആളിപ്പടർന്നതോടെ പരിസര സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതീവ സുരക്ഷാ മേഖലയായതിനാൽ അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ കടന്നുപോകുന്ന ഇവിടെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നത് പുറത്തേക്ക് കണ്ടിരുന്നില്ല. കാട് കത്തിയമർന്നതോടെയാണ് മാലിന്യശേഖരം വെളിച്ചത്തായത്. ബംഗളൂരു സ്വദേശിയായ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലമാണിത്. ഇവർ സ്ഥലത്തില്ലാത്തതിനാൽ വർഷങ്ങളായി സ്ഥലം കാടുപിടിച്ചു കിടക്കുകയാണ്. ഈ പരിസരത്ത് സാമൂഹ്യവിരുദ്ധർ താവളമടിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ഇവരെ ഒഴിപ്പിക്കാൻ ടെമ്പിൾ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. മാലിന്യം 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ ഫയർ സ്റ്റേഷൻ ഓഫീസർ എസ് ബിജു സ്ഥലം ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ കെ ജ്യോതിരാജ് സ്ഥലത്തെത്തി സ്ഥലം ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ 3 വൃദ്ധരായ സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഗാന്ധി ദർശനവേദി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. 4 വർഷം മുമ്പ് ഇവരുടെ വീടും ഭൂമിയും ഗുരുവായൂരപ്പന് എഴുതി നൽകിയിരുന്നു. പിന്നീട് ഇവർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വൃദ്ധ സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു താമസം. മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ തിരിച്ചുപോയത്. എല്ലാം ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിച്ച് ശിഷ്ടകാലം അരികിൽ തന്നെ കഴിയാമെന്ന അവസ്ഥയിൽ നിന്ന് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം ദേവസ്വം അന്വേഷിച്ച് കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷനായി. ജയരാജ് ഗുരുവായൂർ, P ശ്രീനാരായണൻ, ശ്രീദേവി ബാലൻ, A ബാബുരാജ്, V മുരളി, രാജു P നായർ എന്നിവർ സംസാരിച്ചു. അണ്ടത്തോട് തക്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വാർഷികാഘോഷം കളേഴ്സ് 2K26 സംഘടിപ്പിച്ചു. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൗഫീഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് MV ഹൈദരാലി അധ്യക്ഷനായി. ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, വാർഡ് മെമ്പർ സലീന മൊയ്തീൻ, ട്രസ്റ്റ് അംഗങ്ങളായ AM അലാവുദ്ദീൻ, V മായിൻകുട്ടി, സക്കറിയ, കോളേജ് പ്രിൻസിപ്പാൾ ജസീൽ റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിവിധ മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മാപ്പിളപ്പാട്ട് താരം റൈഹാന മുദ്ദു സംഘത്തിന്റെ ഇശൽ വിരുന്നും ഉണ്ടായിരുന്നു. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.